ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എവരിഡേ നമ്മൾ ന്യൂസിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് അപകടങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡിലെത്തി അപകടങ്ങൾ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ നോക്കും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രധാനമായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2 മാസം മുന്നേ ഞാൻ നാട്ടിൽ പോയപ്പോൾ നമുക്കുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മീൻസ് നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളിപ്പം വിദേശ രാജ്യങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരും നാട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരും തമ്മിൽ ഭയങ്കര വ്യത്യാസം എന്ന് കഴിഞ്ഞാൽ ആനയും കൊതുകും പോലുള്ള വ്യത്യാസമാണ് നമുക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്ക് മുഴുവൻ അങ്ങ് അഹങ്കാരം കൊണ്ടാണ് നമ്മുടെ ജനങ്ങൾ മുഴുവൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കുന്നത്. എല്ലാവർക്കും മുന്നേ പോകണം, എല്ലാവർക്കും ആദ്യം പോകണം എന്നുള്ള ഒരു അഹങ്കാര ബുദ്ധി കൊണ്ട് വണ്ടി ഓടിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കൂടുതൽ നമ്മുടെ നാട്ടിൽ പാവം 2-3 ദിവസം മുന്നേ 3 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ ആലപ്പുഴയിൽ മരിച്ചുപോയി. പിന്നെ ഇപ്പൊ നോക്കിയപ്പോൾ മനോരമ ന്യൂസിനകത്ത് ഒരു CCTV ദൃശ്യം, ഒരു തൊഴിലാളി, ഒരു ക്ലീനിങ് തൊഴിലാളി ഒരു വണ്ടി ഇടിച്ചിട്ടിട്ട് പോകുന്ന ഒരു ദൃശ്യം. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ മെയിനായിട്ടുള്ള കാരണം നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരം കൊണ്ട്, ഈ ഡ്രൈവർമാർ അഹങ്കാരം കൊണ്ട് പറ്റുന്നതാണ്, ഏറ്റവും കൂടുതലായിട്ട് പറ്റുന്നതാണ് ഈ റോഡ് അപകടങ്ങൾ. ഇപ്പൊ നമ്മൾ വിദേശ രാജ്യത്ത് ഗൾഫിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയിട്ടുള്ള ആൾക്കാർ എന്ത് ഡീസെന്റ് ആയിട്ട് അവിടെ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ വണ്ടി ഓടിച്ചാൽ മാത്രമേ അവർക്ക് അവിടെ ലൈസൻസും കിട്ടത്തുള്ളൂ, അവർക്ക് അവിടെ വണ്ടി ഓടിക്കാൻ ഒക്കത്തുള്ളൂ, വിദേശ രാജ്യങ്ങളിൽ പോയി വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അവിടെ പിന്നെ അതുപോലെ തന്നെ യൂറോപ്പ് രാജ്യങ്ങളിൽ വരുന്ന ആൾക്കാർ വളരെ ഡീസെന്റ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പൊ അയർലൻഡിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ വണ്ടി ഓടിക്കുമ്പോൾ അവർ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ സഹകരണ മനോഭാവത്തോട് കൂടിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് വെച്ചാൽ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഈ വൈരാഗ്യ ബുദ്ധിയോട് കൂടി വണ്ടി ഓടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം പോകണം, ഞാൻ പോയിട്ട് എല്ലാവരും പോയാൽ മതി, എങ്ങനെയാണെങ്കിലും ആ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ വണ്ടി. പിന്നെ സീബ്ര ലൈൻ, എന്തോത്തിന് സീബ്ര ലൈൻ വെച്ചേക്കുന്നതെന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിയത്തില്ല. ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ സീബ്ര ലൈനിൽ 2 പേര് ക്രോസ് ചെയ്യുന്നത് ഞാൻ വണ്ടി നിർത്തി കൊടുത്തു. പുറകെ വന്നാൾ നമ്മളെ ഓൺ അടിച്ച് തെറി വിളിച്ചിട്ട് പോവാം. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പ്രബുദ്ധ മലയാളികളാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഒരു പ്രബുദ്ധതയില്ല, ഒരു വിവരവും ഇല്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി പോലും കാണിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ മലയാളികൾ. അവർ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തോന്നിവാസമാണ് കാണിക്കുന്നത്. പിന്നെ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞു എത്രയോ ആൾക്കാർ. അതാണ്ട് ഇപ്പം അവരുടെ മെഡിക്കലൊക്കെ എടുത്ത് നോക്കും, മാക്സിമം ആൾക്കാരും കള്ളു കുടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോൾ മദ്യമാണ് കണ്ടോ. അപ്പം അങ്ങനെ വണ്ടി ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആവശ്യം പോലെ ക്യാമറകൾ വെച്ചിട്ടുണ്ട്, ഇനിയും വെക്കണം. ഒരു 10,000 കണക്കിന് ക്യാമറകൾ റോഡ് നീളെ വെക്കണം. എല്ലാവർക്കും, അതായത് ഈ 500-1000 ഒന്നും അല്ലാതെ 10,000, 30,000, 50,000 ഒക്കെ ഫൈൻ അടിച്ചു കൊടുക്കണം. അതുപോലെ ഞാൻ സൗദി നിന്നപ്പോൾ അവിടെ സിഗ്നലിൽ ക്യാമറയുണ്ട്. ആ ക്യാമറ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 3,000 റിയാലായിരുന്നു അന്നത്തെ ഫൈൻ. 3,000 റിയാല്. സാധാരണപ്പെട്ട ഒരു ലേബറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മാസം 3,000. ഒരു ഡ്രൈവറായിട്ട്, ഒരു ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവർക്ക് 3,000 റിയാല് സാലറി ഒന്നും ഒരു മാസം കിട്ടത്തില്ല. ഓവർ ടൈം കൂടെ കൂട്ടിയാൽ പോലും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ സിഗ്നലില്ല, അവിടുന്ന് റെഡ് ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെങ്ങനെ ദൂരേന്ന് ഗ്രീൻ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡിൽ പോകാൻ നോക്കും, ആ ഗ്രീൻ കഴിയുന്നതിന് മുന്നേ ക്രോസ് ചെയ്യാൻ. പക്ഷേ സൗദിയിലൊക്കെ എങ്ങനെയാണെന്നറിയാം, ദൂരെ ഗ്രീൻ ആണെങ്കിൽ പെതുക്കേ വരത്തുള്ളൂ. ഈവൻ അടുത്ത് വന്ന് റെഡ് ആയി കഴിഞ്ഞാൽ, യെല്ലോ ആയി കഴിഞ്ഞാൽ കയറി പോകാതിരിക്കാൻ അവിടെ നിർത്താൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഭീമമായ എമൗണ്ട് ആണ് സൗദിയിലൊക്കെ ഇതായിട്ട് കൊടുക്കുന്നത്, ഫൈനായിട്ട് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ അതുപോലെ വേണം. അതുപോലെ വന്നിട്ട് നിയമങ്ങൾ എല്ലാവർക്കും തുല്യമാക്കണം. ഇപ്പൊ നിയമങ്ങൾ എല്ലാവർക്കും തുല്യമാക്കണം എന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലിയിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഒരുക്കിയിരിക്കുന്ന ആൾക്കാർ റിലേറ്റീവിനൊക്കെ ഈ ഫൈനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് നിന്ന് ഒഴിവാക്കാനൊക്കെ ഉള്ള സിസ്റ്റം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കണം. അതൊക്കെ ഒഴിവാക്കി നിയമങ്ങൾ എല്ലാവർക്കും തുല്യമാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ വെക്കും. നിരപരാധികളായ ആൾക്കാരുടെ മേളിൽ കൂടെ വണ്ടി ഓടിച്ച്, എന്റെ പൊന്നെ, ചിന്തിക്കാൻ പോലും വയ്യ. നിരപരാധികളായ ആൾക്കാരുടെ മേളിൽ കൂടെ വണ്ടി ഓടിച്ച് കയറ്റി അപകടം ഉണ്ടാക്കി വിത്തിൻ സെക്കൻഡിനകം മരണപ്പെടുന്നു. അവരുടെ ജീവിതം മുഴുവൻ നശിക്കുന്നു. ഇതിനെല്ലാം മെയിൻ കാരണം റോഡിലത്തെ അഹങ്കാര ബുദ്ധിയോടുകൂടി വണ്ടി ഓടിക്കുന്ന. ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ലൈറ്റ് ഇട്ട് കയറി പോവാ ചെയ്യുന്നത്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ ഹെഡ്ലൈറ്റ് അടിച്ച് കാണിച്ചാൽ എനിക്ക് കയറി പോകാം. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് അടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ ആർക്കാണോ ലൈറ്റ് ഇട്ട് അവർക്ക് കയറി പോകാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ സീബ്ര ലൈനിൽ ഒരാൾ നിൽക്കുന്നു, നമ്മൾ നിർത്തി കൊടുക്കും. അവർ കൂളായിട്ട് നടന്നു പോകും. പിന്നെ
ഒരു മെയിൻ റോഡിലോട്ട്, ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് ഒരു മെയിൻ റോഡിലോട്ട് വണ്ടി കയറാൻ ഇങ്ങനെ ക്യൂ ആണെങ്കിൽ മെയിൻ റോഡിൽ കൂടെ പോകുന്ന വണ്ടി വരെ നിർത്തി കൊടുക്കും അവർക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. അങ്ങ് ടൗണിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ, ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ സഹകരണ മനോഭാവത്തോട് കൂടിയിട്ടാണ് ആൾക്കാർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ എന്താ പറഞ്ഞേ, റോഡ് ആക്സിഡന്റുകൾ വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവാണ് റോഡ് ആക്സിഡന്റ്. ഒരു വർഷം ശരാശരി റോഡ് ആക്സിഡന്റ് ആകുന്ന വളരെ കുറവ് മാത്രമേ ആകുന്നുള്ളൂ. അതുപോലെ നമ്മുടെ നാട്ടിലും ഉണ്ടാകാം. പിന്നെ ചിലവരോടൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ പോപ്പുലേഷൻ കൂടുതലല്ലേ, അപ്പം ഇങ്ങനെ എന്താ പറഞ്ഞ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓടി എത്താനൊക്കത്തില്ല. വേണ്ട, അപ്പോഴാണ് ഓടി എത്താൻ ഒക്കാത്തതുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ചിലവരൊക്കെ പോലീസിനെ കാണുമ്പോൾ ആ സീറ്റ് ബെൽറ്റ് ഇടുന്നത് എന്ത് നിയമമാണ്? ഈ സീറ്റ് ബെൽറ്റ് ഇടുന്നത് അവർക്കാണെന്ന് പോലും അറിയത്തില്ല. പോലീസിനെ കാണും, പോലീസിനെ പിടിക്കാതിരിക്കുക, ഇതാ സീറ്റ് ബെൽറ്റ് ഇട്ടോ, പോലീസ് ഉണ്ടെന്ന്. പോലീസ് ഇല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് വേണ്ട. പ്രബുദ്ധ മലയാളികളെ, പ്രബുദ്ധ മലയാളികൾ, ഒരു വിവരമില്ലാത്ത മലയാളികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ആൾക്കാർ. എൻ്റെ പൊന്നെ, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റോഡ് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഒഴിച്ചു മാറ്റാനൊക്കും, ഇതുപോലുള്ള മരണസംഖ്യകൾ കുറയാനൊക്കും. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഒന്നുകൂടെ പറയുകയാണ്, റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈരാഗ്യ ബുദ്ധിയോടുകൂടി വണ്ടി ഓടിക്കാതെ സഹകരണ മനോഭാവത്തോടു കൂടി വണ്ടി ഓടിക്കുക. പിന്നെ സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരെ കയറ്റി വിടുക. പിന്നെ ആ റോഡിന്റെ സ്പീഡ് ലിമിറ്റ് വെച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പകുതിയും ആക്സിഡന്റുകൾ ഒഴിവാക്കാനൊക്കും. അപ്പം ഇതുപോലെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.